ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേതൃത്വത്തിന് തലവേദന ഒഴിയുന്നില്ല. സ്ഥാനാർത്ഥി പട്ടികയിൽ എതിർപ്പുമായി കൂടുതൽ നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ബി.ജെ.പി. ആവശ്യപ്പെട്ടാൽ ഗുസ്തി താരവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനേഷ് ഫോഗട്ടിനെതിരെ പ്രചാരണം നടത്തും എന്നാണ് ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് വ്യക്തമാക്കിയത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി ദേശീയ നേതൃത്വത്തെ എതിർപ്പറിയിച്ചു. പട്ടികയിൽ മാറ്റം വരുത്തണമെന്നും കഴിവില്ലാത്തവർക്കാണ് ടിക്കറ്റ് നൽകിയതെന്നുമാണ് വിമർശനം. എന്നാൽ പട്ടികയിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. നേതാക്കളുടെ എതിർപ്പ് പരിഹരിക്കാൻ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ സംസ്ഥാനത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജുലാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയ വിനേഷ് ഫോഗട്ടിനെതിരെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് രംഗത്തെത്തി. തനിക്കെതിരായ ലൈംഗികാരോപണങ്ങൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്തതെന്നായിരുന്നു പ്രതികരണം. इनके साथ कोई घटना नहीं घटी है। एक सुनियोजित सोची समझी चाल है जिसको कांग्रेस ने लिखा था. പാർട്ടി മുന്നോട്ട് വെച്ച ഫോർമുല കോൺഗ്രസ് അംഗീകരിക്കാതെ വന്നതോടെ 50 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് വിവരം. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തി. വാഹന പരിശോധനയും കർശനമാക്കി. പോളിംഗ് ബൂത്തുകളിലും സമീപ പ്രദേശങ്ങളിലും താൽക്കാലിക നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. സുരക്ഷാ സേനയുടെ ഉന്നതതല യോഗത്തിൽ സാഹചര്യം വിലയിരുത്തി. 24 ഡൽഹി.